വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ കൊല്ലം പോളയത്തോട് പുതിയൊരു ഷോറൂം അല്ല, ഒരു തുണിക്കട വന്ന് ബാക്കി പറഞ്ഞോ. ആർക്കെ ഫാബ്രിക്സ് ഒന്നും ഇല്ലമ്മ. അപ്പൊ ആർക്കെ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ കാതൽ നമ്മുടെ ചിയ വിക്രമാണ് ചെയ്തത്. എല്ലാ ഉദ്ഘാടനത്തിൽ പോവായിരുന്നാണ് മടിച്ച്, പിന്നെ നമ്മള് പോയില്ല. നമ്മള് കണ്ടിപ്പോ ആ കടയില് കണ്ട് ചെറിയൊരു ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് വഴിയെ പറയും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, കൊറേ നാളായിട്ട് നമ്മളുടെ വീഡിയോയില് കാണാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്റെ കൈ കഴിക്കുന്ന കേട്ടോ. കാണാത്തൊരു വ്യക്തിയാണ് നമ്മുടെ. ഇനിയും കാണത്തില്ല, കാരണം ജോലി കിട്ടി പോകാൻ പോവാ. ചേണനുണ്ട്, അമ്മുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൊച്ചുവണ്ണനുണ്ട്. ന്യൂ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യാം. നമ്മൾ ഇറങ്ങി പോവാനായിട്ട് മുത്തിനെ ഞാൻ ഇന്ന് മടിയിലിരുത്തേക്കാ. വണ്ടി സ്ഥലമില്ല, ഒരു 7up മേടിച്ചേ. പിള്ളേർ സെറ്റല്ല മറ്റേ ആമ്പിള്ളേരെല്ലാം മറ്റേ വണ്ടി. ഗൈസ്, അതാണ് പുതിയ കട. അതിന്റെ തിരക്കാണ് റോഡ് ഫുള്ള്. വിക്രമിനെ കാണാൻ പറ്റില്ലല്ലേ? ഓ, എപ്പ കണ്ട്? അയ്യേ, കണ്ട വിക്രം വന്നിട്ട് പോയി. ബിച്ചണ്ണനോ? ബിച്ചണ്ണ വിക്രമിനെ കാണാൻ പറ്റിയില്ലല്ലേ? ബിച്ചണ്ണ പിന്നെ ധനുഷാണ്ട് കൊറേ പേരെ കണ്ടിട്ടുണ്ടായില്ലേ? ഇവിടെന്തോ വരുന്നറിയാവോ? എന്തുവാ? റിലയൻസിന്റെ യൂസ്റ്റ. ഞാനും കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് കടയുടെ അകത്തോട്ട് പോയി. കടയുടെ പേര് ആർക്കെ എന്നാണ്. എൻ്റെ മോനെ, കിഡിലായിട്ടാണ് ഈ പണിയെല്ലാം ചെയ്തേക്കുന്നത്. നല്ല ലൈറ്റും ഈ ക്രിസ്റ്റൽസ് കൊണ്ടുള്ള ഓരോ സംഭവങ്ങളാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് അങ്ങ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതിന്ന് രാവിലെ വിക്രം വന്നപ്പോൾ ഉള്ള വീഡിയോ അവരിങ്ങനെ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ അലങ്കാരമായിട്ട് ആദ്യത്തെ ദിവസം ഉണ്ടായിരിക്കും ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എവിടെ തിരിഞ്ഞാലും കണ്ണാടി ഇഷ്ടം പോലെ മിററായിരുന്നു. നമ്മൾ കയറി ചെല്ലുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് ഫുള്ള് മിററായിരുന്നു. ഇവിടെ മാത്രമല്ല, എത്ര അടുത്ത് കയറി അവിടെ എല്ലാം മിററായിരുന്നു. സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എല്ലാ ഫ്ലോറിലും ഇങ്ങനെ ക്രിസ്റ്റൽസ് കൊണ്ട് ഓരോന്നിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കട? എങ്ങനെയുണ്ട്? സൂപ്പർ. ഭയങ്കര തിരക്ക്, എല്ലാം കൊള്ളാം. കാണാൻ നല്ല രസമുണ്ട് കടയൊക്കെ. പിന്നെ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ കയറിന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. ഇവർ സാരി നോക്കുക. ഇത് സാരി സെക്ഷനാണ്. ഇഷ്ടംപോലെ സാരികൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും കിട്ടിയില്ല. നമ്മളൊരു ഷോപ്പിങ്ങിനും കൂടെ വന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടിയില്ല. അപ്പോൾ അതാണ്ട് സാരി സെക്ഷൻ. പിന്നെ ഇവരൊക്കെ ഇവിടെ ഇരുന്നാൽ പിന്നെ എണീക്കാൻ കുറച്ച് പാടാ, അത് വേറെ കാര്യം. ഇവിടെ പുലിസാരി ഉണ്ട്. നമ്മള് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാണ് ഡ്രസ്സ് നോക്കാൻ. നമ്മൾ
ഞങ്ങളുടെ കൂടെ നിന്ന ഒരാളായിരുന്നു, കുറച്ചു നേരമായിട്ട് കണ്ടില്ല. നോക്കിയപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു വായി നോക്കാനായിട്ട്. എക്സ്ക്യൂസ് മീ, കൂടെ ഇരുന്നിട്ട് എവിടെ പോയി? കള്ളൻ. എല്ലാം ഓണത്തിൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട്. പല സെക്ഷൻ. ഇത് പട്ടുപാവാട സെക്ഷൻ, പിന്നെ സാരി ഉണ്ട്, പിന്നെ ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നോക്കുമായിരുന്നു ഓരോന്ന്. അമ്മയും കൊച്ചുമോളും ഞാനും അമ്മയൊക്കെ പല വഴി കറങ്ങി കറങ്ങി നോക്കുമായിരുന്നു ഓരോന്ന്. നമ്മളത് കഴിഞ്ഞ് മെറ്റീരിയൽസ് നോക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുഞ്ഞു പിള്ളേരുടെ സെക്ഷനായിരുന്നു. ഇഷ്ടംപോലെ ചുവടി ക്യൂട്ടായിട്ടുള്ള കുറേ ഉടുപ്പുകൾ കണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മെറ്റീരിയൽ നോക്കാൻ വന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയൽ വാങ്ങാൻ. അങ്ങനെ കുറേ പലതരം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. നല്ല വർക്കുള്ളതും വർക്കില്ലാത്തതും, പിന്നെ പ്ലെയിനകത്ത് ഈ ബുട്ടാസ് വരുന്നതൊക്കെ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ബേബീസിൻ്റെ കുറേ സോപ്പ്, പൗഡർ, അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബാഗ്, ചെരുപ്പ്, അങ്ങനെ ഒരു സെക്ഷൻ അതിന് വേണ്ടി ഉണ്ടായിരുന്നു. നല്ല കിടിലം ബാഗായിരുന്നു. പക്ഷെ അതൊന്നും വാങ്ങിച്ചു തരത്തില്ല, അത് വേറെ കാര്യം. നല്ല സ്റ്റൈല് ബാഗായിരുന്നു. ബിച്ചോണിനും അമ്മുവും ഒക്കെ എടുത്ത് നോക്കി, അമ്മിയൊക്കെ ബാഗ് എടുത്ത് നോക്കി. മേടിക്കാനല്ല, ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളു. അത് കഴിഞ്ഞ് ചെരുപ്പിൻ്റെ സെക്ഷനായിരുന്നു. അമ്മയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് അമ്മയും കിടന്ന് നടന്നു. പക്ഷെ എന്നിട്ട് വാങ്ങിച്ചില്ല, നോക്കിയിട്ടെല്ലാം വെച്ച് തിരിച്ച്. പണ്ട് എനിക്കിങ്ങനെ അറിയാമോ, പുളിമുട്ടി പോകുമ്പോ കമ്പിക്ക് ഇടയ്ക്ക് കയറുമായിരുന്നു ഞാൻ. അതാ അങ്ങനെ ഡ്രസ് സെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസ്, കമ്മൽ, മാല, ലിപ്സ്റ്റിക്ക്, പൊട്ട്, കരി, അങ്ങനെ കുറേ മോതിരം, വള, നമുക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഈ വളയും മാലയും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു കുറേ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചുറ്റിക്കറങ്ങുമായിരുന്നു അവിടെ. ഭയങ്കര ഡിസ്കസ് കിടക്കി ഇവിടെ കേട്ടോ, ഇവിടെ ഒന്നും പിടിച്ചില്ല. അതാ കല്യാണം പുളിമൂട്ടും അപ്പുറം അല്ലേ? പുളിമൂട്ടില് ഇട്ടോണ്ട് വന്നേക്കുള്ളൂ. കുഴപ്പമില്ല മോള്. അതെ എന്തോ പിച്ചു പറഞ്ഞ എന്തുവാ? അല്ല, ഇത് കഴിഞ്ഞിട്ട് ഫയൽമാനിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അതെന്റെ ഒന്ന് അടക്കിയതാട്ടോ. അങ്ങനെ അമ്മയും കൊച്ചുമോളൊക്കെ നേരത്തെ പോയി. ഞങ്ങൾ ആർക്കേന്ന് ബില്ലടിച്ചിറങ്ങി.
ഞങ്ങൾ പിള്ളേർ സെറ്റ് ഇത്രയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിലോട്ട്. ഇനി കല്യാണത്തിന് ബാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എവിടെ വന്നു? കല്യാൺ സിൽക്സിൽ വന്നു നമ്മൾ. ഇവിടെ അങ്ങാണ്ട് ഇപ്പോൾ ആടി സെയിൽ തുടങ്ങിയെന്ന് പറയുന്നു. അല്ല, തുടങ്ങിയെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ആടി സെയിലിന് വന്നാൽ ഇഷ്ടം പോലെ മേടിക്കാമെന്ന്. ഇപ്പം വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ചെല്ലാം. അവരിവിടെ ഉണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി പിടിക്കാൻ കഴിച്ചു. നമ്മൾ കല്യാണിൽ വന്ന അമ്മുക്കുട്ടീനെ സാരി ഉടുപ്പിക്കാൻ പോവാ. അമ്മുക്കുട്ടിയുടെ കല്യാണ ഷോപ്പിംഗ് ഒന്നും അല്ല, ചുമ്മാ ഒരു സാരി ഉടുപ്പിയില്ലേ. ഗൈസ്, ഇവിടെ 2 ആന്റിമാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഈ ആന്റിമാര് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത്. അങ്ങനെ അമ്മുക്കുട്ടീനെ സാരി ഉടുപ്പിക്കാൻ പോവാണ്. ഒരു പച്ച സാരി. അമ്മുക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഉടുപ്പിച്ചത്, എടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉടുപ്പിച്ച് നോക്കിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് കപ്പലണ്ടി മുട്ടായി തിന്നുന്നു. കടയില് തുണിക്കടയിൽ നിന്ന് കപ്പലണ്ടി മുട്ടായി തിന്നുന്നു. എന്തുവാ പിച്ചോണ്ണ, വായിലല്ലേ ഇരിക്കുന്നുണ്ട. ഒരു കാര്യം നമ്മൾ കല്യാണം സാധനം മേടിച്ചോട്ട് പുളിമൂട്ടിൽ സിൽക്സിൽ പോവാണ്. 5-6 നമ്മൾ 5-6 കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഓരോരോ സാധനങ്ങൾ മേടിച്ചത്. അവിടെ കയറി അവിടുന്ന് 2 മേടിച്ച്, ഇവിടുന്ന് 2 മേടിച്ച്. ഇനി അവിടുന്ന് വല്ല മേടിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് കാണാം. चीन टपाक टम टम അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി, പുളിമൂട്ടിൽ സിൽക്സിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ഒന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ജോളി സിൽക്സിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോയതും ജോളി സിൽക്സ് അടച്ചു. അത് കഴിഞ്ഞ് നമ്മൾ NK ഫാബ്രിക്സിലോട്ട് പോവുകയാണ്. നമുക്ക് പോവാം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പിച്ചോണൻ്റെ കുരുത്തക്കേടുകളാണ്. അപ്പോൾ തന്നെ വെളിയിട്ട് കാറ് ലോക്ക് ചെയ്ത് ഞങ്ങളകത്തിരുന്ന്. അതിൻ്റെ കുറച്ച് പരിപാടികളാണ് ഇവിടെ കാണുന്നത്. ഇത്രയും വളർന്നെന്ന് പറഞ്ഞാലും പിച്ചോണൻ്റെ കുട്ടിക്കളി ഒട്ടും മാറത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ NK ഫാബ്രിക്സിൽ നിന്ന് ഇറങ്ങി നേരെ ക്രേസി ഹോട്ട് ഫ്രൈഡ് ചിക്കനിലോട്ട് വന്ന്. കുറേ നാളായി ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ട് പള്ളിമുക്കിലുള്ള ക്രേസി ഹോട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പുവണ്ണനാണ് ഈ കട സജസ്റ്റ് ചെയ്തത്. നമ്മളെവിടെ വന്നേ? ക്രേസി ചിക്കൻ. നമ്മള് ക്രേസി ഹോട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വന്നു. കഞ്ഞിയോ? വീട്ടിൽ ചെന്ന് കുടിച്ചോ? അപ്പൊ ഗൈസ്, നമ്മളെല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഫുഡ് കഴിക്കാൻ. അമ്മോ ചേട്ടൻ ഒഴിച്ച് ബാക്കി നമ്മളെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. അമ്മോ ചേട്ടൻ മിസ് യു. യോ, അമ്മച്ചി കരയുന്നളേ മോനില്ലാത്തോണ്ട്. ആദ്യം അമ്മോൻ ചേട്ടനും ഇല്ല, അതുകൊണ്ട് നമ്മൾക്ക് ചിക്കൻ വന്നു ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് നമ്മളുടെ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും.